രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ട് പ്രസവവേദന എന്താണ് എന്നറിഞ്ഞ ദിവസമാണ് ഞാൻ. ബിക്കോസ് ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, മൂത്തയാളുടെ ബർത്ത്ഡേ ആണ്. നല്ല സൂപ്പർ ഉറക്കമാണ് ആശ. നമുക്ക് അവനെ ഒന്ന് വിഷ് ചെയ്തിട്ട് വരാം. സുട്ടാ സുട്ടാ സുട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചി ചേട്ടായി ഒന്ന് വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ പരിപാടി? ബാറ്റും ബോളും എന്തി? ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആശ 2-3 ദിവസം മുമ്പ് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ സാധനം എത്തി. പ്രാവശ്യം ഇതേലെ ഒതുക്കി എന്ന് പറയുന്നതാണ് സത്യം. സാധാരണ വലിയ പരിപാടികളൊക്കെയാണ് ഇവിടെ അവൻ തന്നെ പ്ലാൻ ചെയ്ത് നമ്മളെ കൊണ്ട് നടത്തിക്കുന്നത്. ഇപ്രാവശ്യം ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാരണം ആൾ ഹാപ്പിയാണേ. ബർത്ത്ഡേ ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് കിടക്കാം. രാവിലെ ഇത്തിരി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. പുട്ടിനുള്ള പൊടിയും കുഴച്ച് വെച്ചിട്ട് നമുക്കിനി പുട്ടിൻ്റെ പരിപാടിക്കകത്ത് കയറാം. എന്തൊരു മഴയാണ്! ഇന്നലെയൊക്കെ എന്തോ ഒരു മഴയായിരുന്നു. നമ്മളെ വീടിൻ്റെ പുറകിൽ നിന്ന് ബേദാങ്കാടെ കമ്പെല്ലാം ഒടിഞ്ഞു വീണു. അതൊക്കെ ഒരു വഴി ഇങ്ങനെ അതേപടി നടക്കുന്ന. മഴ ഇന്നോ നാളെയോ തോരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതാ എൻ്റെ പുട്ടും കാര്യങ്ങളുമൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് കറിയൊന്നുമില്ല, പഴവും കൂട്ടി ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചൂടോടെ നമുക്ക് നമ്മുടെ പുട്ടൊക്കെ തിന്നാവേ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഉച്ചയ്ക്ക് ഇത്തിരി ചിക്കനൊക്കെ വാങ്ങിച്ച് കറി വെക്കാമെന്ന് പറഞ്ഞത് കാരണം ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ കൊണ്ടുവരും എന്നുള്ള നോക്കി ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മഴ നമുക്ക് വലിയൊരു സന്തോഷം കൊണ്ട് തന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു റംബൂട്ടാൻ മരം മറിഞ്ഞു വീണ് നിറച്ച് റംബൂട്ടാനായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും കൂടെ താണ്ട പോയി ചാക്ക് കണക്കിന് പറിച്ചുകൊണ്ട് വരുന്ന സീനാണ് ഈ കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളും കൂടെ നമുക്ക് മഴ തരും. ഇത്രയല്ല ഒന്നുമല്ല, ഇതിൻ്റെ ഒരു ഇരട്ടി ചാക്കും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ ചെറുക്കൻ പറഞ്ഞതേ ഉള്ളൂ ഇത്തിരി അച്ചാറിട്ട് തിന്നണമെന്ന്. അവൻ്റെ സ്കൂളിൽ ഏതോ പിള്ളേർ അച്ചാറിട്ട് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്കും ഇടണമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളായിരുന്നു ആശാൻ. അപ്പോൾ എന്താണേലും അവന് യോഗമുണ്ട് കേട്ടോ. അപ്പോൾ പച്ചയും പഴുത്തതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വീതം വെച്ച് ഒന്ന് കൊടുക്കാവേ. അപ്പോൾ ഇന്നത്തെ മഴ വിശേഷങ്ങളും ബർത്ത്ഡേ വിശേഷങ്ങളും ഇത്രയല്ല. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ പുറകെ നമുക്ക് വൈകിട്ടിടാം. ടാറ്റാ. ടാറ്റ മാത്രമൊന്നുമല്ല, വീഡിയോസ് കാണുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ.